അപ്പോഴേ എന്താ ചിരിയില്ലേ, ലോട്ടറി അടിച്ച ദിവസമായത് കൊണ്ടാണ് കേട്ടോ ചിരി ഇത്ര കൂടുതൽ. അമ്മ ഇന്നലെ പണി കഴിഞ്ഞ് എൻ്റെ അടുത്തേക്കാട്ടോ വന്നത്. അമ്മ ഒരു വീട്ടിൽ അടിച്ചു വരാൻ തുടയ്ക്കാനൊക്കെ പണിക്ക് പോകണം അമ്മ. എങ്കിലും നമുക്കിങ്ങനെ കിട്ടും കേട്ടോ ഇടയ്ക്കൊക്കെ അമ്മേൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ എല്ലാ പ്രാരാബ്ദവും എല്ലാം ഒഴിഞ്ഞ് അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് അവർ പണിയെടുക്കുന്ന കുറച്ച് സേവ് ചെയ്യും, ബാക്കി മക്കൾക്കാണല്ലോ. അപ്പോൾ അങ്ങനെ അമ്മ വന്നപ്പോൾ അമ്മ എനിക്ക് നല്ലൊരു അടിപൊളി ചെരുപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് കാലിലൊക്കെ ഇട്ട് കുണുങ്ങിയൊക്കെ നടന്നു. അങ്ങനെ പിന്നെ ചായക്കടയിൽ നിന്ന് ചായയൊക്കെ വരുത്തിച്ച് അമ്മ ചായയൊക്കെ കുടിച്ച് അമ്മ പോയിട്ടോ. അപ്പോൾ തിരിച്ച് പോകാൻ നോക്കുമ്പോൾ എൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അങ്ങനെ നമ്മളെ മോളുത്തമ്മേൻ്റെ വീട്ടിലെ മോൻ്റെ വണ്ടിയിൽ ഓസിക്ക് വന്നിറങ്ങിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഇത്. വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് അവനെ കണ്ടത്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ വലിഞ്ഞ് കയറി. അങ്ങനെ കയറി ചെന്നപ്പോൾ മോളത്തെ മോള് കുറേ വിളിച്ചിട്ടോ, കുടു വാടാ വാടാന്ന്. ഞാൻ പറഞ്ഞു കുളിപ്പിച്ചിട്ട് വിടാം മോളെ എന്ന് പറഞ്ഞ് കുടുവിനെ കുളിപ്പിച്ച് പഴമൊക്കെ വാട്ടി വയറ് നിറച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ വേഗം കുളിച്ച് വന്നിട്ട് കുടു മിടുക്കനായിട്ട് ഒരുങ്ങി നിൽക്കുന്നത് എങ്ങോട്ട് പോകാനാ, മോളത്തെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ കുടു എന്ത് ചെയ്തു, വേഗം മോളത്തെ വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ കുടുവിനെ മോളത്തെ വീട്ടിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു ഞാനെന്നാൽ വേഗം പോയി കുളിച്ചിട്ട് വരാം, അമ്മ കുളിച്ചിട്ട് വന്നിട്ട് കുടുവിനെ കൂട്ടാമെന്ന് പറഞ്ഞ് ഞാൻ താഴോട്ട് ഇറങ്ങിപ്പോയി കേട്ടോ. ചെന്ന് നോക്കുമ്പോൾ കുളി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ എൻ്റെ കഴുത്തിൽ മാലയില്ല എന്നുള്ളത് ഞാൻ വീഡിയോ പിടിക്കാൻ നേരത്താണ് കേട്ടോ കണ്ടത്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു ചോദിച്ചാൽ എൻ്റെ മാല എവിടെ പോയി എന്ന് ഓർത്ത് ഞാൻ വേഗം ക്യാമറയൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഓടി നടന്ന് തിരഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് വീഡിയോയിൽ നോക്കിയാൽ മതിയല്ലോ എന്ന്. അപ്പം ഞാൻ എന്താ നോക്കുമ്പോൾ എൻ്റെ ഗാലറിയിലൊക്കെ നോക്കിയപ്പോഴും എൻ്റെ കഴുത്തിൽ മാലയില്ല കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇന്നലെ മാല ഇടാതെയാണ് പോയത് എന്നുള്ളത്. അപ്പോൾ തലാണ പൊന്തിച്ച് നോക്കിയപ്പോൾ തലാണൻ്റെ അടിയിലുണ്ടായിരുന്നു എൻ്റെ മാല. പിന്നെ പറയണ്ടല്ലോ, പിന്നത്തെ വിശേഷങ്ങൾ പറയണ്ടല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു 1.5 യുദ്ധം തന്നെയായിരുന്നു കേട്ടോ. മടക്കലും അടിക്കലും തുടക്കലും കഴുകലുമായിട്ട് വേഗം പരിപാടി അങ്ങ് തീർത്തു. എല്ലാം കഴിഞ്ഞ് ഞാൻ കുടുവിനെ കൂട്ടാൻ ചെന്നപ്പോഴും കുടു പോരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനം കുടുവിൻ്റെ അച്ഛൻ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് അച്ഛൻ പോയി കൂട്ടിക്കൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾ ചോറൊക്കെ കൊണ്ടിട്ട് സമാധാനമായിട്ട് അങ്ങ് കിടന്നു.